ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കയറി വന്നത്. ഇപ്പോൾ കേസ് ഇന്ന് വന്നാൽ ശനിയാഴ്ച ആണ്. അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഈ കുമളി റോഡിൽ വരും വണ്ടിയിലും നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുന്നത് ഇവിടാണ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ചാനലിനകത്ത് നമ്മൾ ഒത്തിരി യാത്രാ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇടുക്കിക്കാരെ സംബന്ധിച്ച് അഹങ്കാരമായി മാറിയിരിക്കുന്ന 12 വർഷങ്ങളിൽ പൂക്കുന്ന നമ്മുടെ നീലക്കുറിഞ്ഞി, അതിപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ പൂത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പരുന്തുംപാറയിലാണ് ഈ നീലക്കുറിഞ്ഞി ഇപ്പോൾ പൂത്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പൂത്തിരിക്കുന്നത് പരുന്തുംപാറ, പിന്നെ നമ്മുടെ കട്ടപ്പന, കല്യാണത്തണ്ട് എന്നീ സ്ഥലങ്ങളിലാണ് നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മുടെ ആ ഒരു നീലക്കുറിഞ്ഞി എത്രത്തോളം പൂത്തിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ പോയി നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്ന് എൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നീലക്കുറിഞ്ഞി കാണാനാണ് പോകുന്നത്. ഇപ്പം പരുന്തുംപാറ എന്ന് ചിലവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കുമളിക്ക് വരുന്ന ഭാഗത്ത് ഏകദേശം കുട്ടിക്കാനം കഴിഞ്ഞൊരു 10-12 കിലോമീറ്റർ ഒരു ഗ്യാപ്പിലാണ് ഈ പരുന്തുംപാറ. 12 മീൻസ് 15 കിലോമീറ്റർ ആ ഒരു ഗ്യാപ്പിലാണ് ഈ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കുമളി റോഡിലാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാം മെയിൻ എൻട്രൻസ് അവിടെ പരുന്തുംപാറ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പം നമ്മുടെ ഈ യാത്ര. അപ്പം എൻ്റെ കുമളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 25 കിലോമീറ്ററോളം ഡിഫറൻറ്റ് ഉണ്ട് ഈ പരുന്തുംപാറ. സോ കല്യാണത്തണ്ടിക്കാണെങ്കിലും ഏകദേശം 25 കിലോമീറ്റർ തന്നെയാണ്. 25-26 കിലോമീറ്ററിന് ഒരു ഇതിനകത്ത് നമുക്ക് കുമളിയിൽ നിന്നും ആ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. കല്യാണത്തണ്ട് എന്ന് പറയുമ്പോൾ പരുന്തുംപാറയ്ക്ക് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമുക്കങ്ങ് പോകും. കല്യാണത്തണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നമുക്ക് പോകില്ല. ഒരു താഴെ നിർത്തി നമ്മൾ ജസ്റ്റ് കുറച്ച് കയറാനുണ്ട്, നടന്ന് കയറണം. പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ കാലിൻ്റെ പെയിനും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് കയറാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എളുപ്പം എന്ന് പറയുന്നത് നമ്മളെ പരുന്തുംപാറ വന്ന് കണ്ടുപോകുക എന്നുള്ളതാണ്. സോ അവിടേക്ക് വണ്ടി സിമ്പിളായിട്ട് പോകും. വണ്ടി നമുക്ക് പരുന്തുംപാറ ടോപ്പിൽ വരെയൊക്കെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ആ ഒരു പൂ എത്രത്തോളം വിരിഞ്ഞിട്ടുണ്ട്, അല്ല എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഞാനൊന്നും പോയിട്ടില്ല. ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളും, അതായത് സ്റ്റാറ്റസിൽ ഫ്രണ്ട്സൊക്കെ ഇട്ട സ്റ്റാറ്റസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാനും പോകുന്നത്. അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കുമളി റോഡിൽ വരുമ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഈ കാണുന്ന റൈറ്റിൽ കയറുക. ഇതാണ് നമ്മുടെ പരുന്തുംപാറയ്ക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുമളി റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറി ഇപ്പോൾ ഈ ഒരു ചെറിയൊരു റോഡാണ് പരുന്തുംപാറയ്ക്കുള്ള ഒരു എൻട്രൻസ്. ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കണം പരുന്തുംപാറയ്ക്ക്. പിന്നെ നമ്മുടെ ഈ ചുറ്റും നമുക്ക് 2 സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടെങ്കിലും മനോഹരമായിട്ട് ഒരു പുലികിതരായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് ചെന്നിട്ട് കാണാം. കേസ് ഇതാണ്ടോ മഴയിലെ മണ്ടയിലും നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. ഇവിടെയാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ സൈഡാക്കിയിട്ട് നടന്നു പോകാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ ഇവിടെ സൈഡാക്കി നിർത്തി. അപ്പോൾ ഈ കാണുന്നതാണ് അതാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. കാണാനുണ്ടോ നിങ്ങൾക്ക് നീലക്കുറിഞ്ഞി പൂത്തത്? കണ്ടോ, മൊത്തം ആളുകളാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. വളരെ എന്നാലും നമുക്ക് മുകളിൽ പോയി നോക്കിയേക്കാം. ഓക്കെ, ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കയറി വന്നത്. കണ്ടോ, ഫുള്ള് സ്ലിപ്പിംഗ് ആണ്. കാരണം ഇപ്പോൾ മഴ പെയ്തായിരുന്നു. മഴ പെയ്തതിൻ്റെ ഭയങ്കര സ്ലിപ്പാണ് ഇവിടെ. അപ്പം എൻ്റെ മണ്ടയിൽ ഞെത്തണം. ഈ കാണുന്നതാണ്, ഇവിടെ കിടക്കുന്നതാണ് നീലക്കുറിഞ്ഞികൾ. അപ്പം നമുക്ക് പോകാം, പതിയെ നടന്നു പോകാം. അപ്പോൾ കേസ് ഇന്ന് വന്നാൽ ശനിയാഴ്ച ആണ്. അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. നീലക്കുറിഞ്ഞി കാണാനൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒത്തിരി പൂത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ മൊത്തത്തിൽ. പക്ഷേ മഴ കൊണ്ട് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടല്ല, ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ കുറേ കണ്ടുവന്നൊരു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇത് പറിച്ചിട്ട് നാശമാക്കി കളയുന്നത് കണ്ടു. സോ ഇതൊന്നും അങ്ങനെ ചെയ്യരുത്. കുറേ പേര് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ള ലെവലിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ശിക്ഷയാണ്. അതിന് നല്ല കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം
ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നീലക്കുറിഞ്ഞി കാണാനുള്ളവരൊക്കെ പെട്ടെന്ന് പോരുക. കാരണം നാശനഷ്ടങ്ങൾ ഒത്തിരിയാണ്. ഒത്തിരി പേര് പൊട്ടിച്ചു കൊണ്ടുപോലും തൈയോടെ വേരോടെ പീതെടുക്കലൊക്കെയാണ് പരിപാടിയൊക്കെ കാണുന്നത് ഇപ്പോൾ ഇവിടെ. അപ്പം വരിക, കാണുക, ആസ്വദിക്കുക. ഓക്കെ, ഇതുപോലെ ഈ തെമ്മാടിത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതുപോലെ പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയല്ല വേണ്ടത്, മറ്റുള്ളവർക്കും കാണണം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മുടെ കടമയാണ്.